സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധി കെ.വി. തോമസിന്റെ യാത്രാഭത്ത വർദ്ധിപ്പിക്കാൻ പൊതുഭരണ വകുപ്പിന്റെ ശുപാർശ. പ്രതിവർഷം 11.31 ലക്ഷം രൂപയാക്കാനാണ് പൊതുഭരണ വകുപ്പ് ധനവകുപ്പിന്റെ ശുപാർശ നൽകിയത്. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നുണ്ട്. ബിനോയ്, സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ കെ.വി. തോമസിന്റെ യാത്രാഭത്ത വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. നിലവിൽ എത്രയാണ് കെ.വി. തോമസിന്റെ യാത്രാഭത്ത? എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാരണത്തിലേക്ക് മാറുകയുണ്ടായത്? PSC ചെയർമാന്റെയും മെമ്പർമാരുടെയും ഓണറേറിയം വർദ്ധിപ്പിച്ചതിന് തൊട്ടു പിന്നാലെ സംസ്ഥാന സർക്കാരിന്റെ ദില്ലി പ്രതിനിധിയായ കെ.വി. തോമസിന്റെ യാത്രാ വർദ്ധിപ്പിക്കുന്ന തീരുമാനം വലിയ തരത്തിൽ ചർച്ചയായി മാറുകയാണ്. നിലവിൽ 5 ലക്ഷം രൂപയാണ് കെ.വി. തോമസിന്റെ യാത്രാബത്ത. ഇത് കഴിഞ്ഞ വർഷം 6 ലക്ഷത്തിലധികമായി ഉയർന്ന സാഹചര്യത്തിൽ 11.31 ലക്ഷം രൂപയായി പ്രതിവർഷം യാത്രാ ബത്ത വർദ്ധിപ്പിക്കണം എന്നൊരു നിർദ്ദേശമാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സബ്ജക്ട് കമ്മിറ്റി യോഗത്തിന് തൊട്ടു പിന്നാലെ പൊതുഭരണ വകുപ്പ് ധനവകുപ്പിനോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടപടികളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഇത് സംബന്ധിച്ച രേഖകളും പുറത്തു വന്നിട്ടുണ്ട്. സാധാരണഗതിയിൽ സർക്കാരിന്റെ കാര്യങ്ങൾ ദില്ലിയിലെ ഉദ്യോഗസ്ഥന്മാരുമായും ഒപ്പം ദില്ലിയിലെ കേന്ദ്ര സർക്കാരിലെ മന്ത്രിമാരുമായും ഒക്കെ ചർച്ച ചെയ്യുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് കെ.വി. തോമസിനെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നിയോഗിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് വിമാനമാർഗം വന്നു പോകുന്നതിനായി കഴിഞ്ഞ വർഷം ചിലവായത് 6 ലക്ഷത്തിലധികം രൂപയാണ്. ഇത് പരിമിതമാണെന്നും അതിനാൽ കൂടുതൽ ആവശ്യങ്ങൾക്കായി പോകേണ്ട സാഹചര്യം നിലനിൽക്കുന്നതിനാൽ പ്രതിവർഷം യാത്രാബത്ത 11.31 ലക്ഷം രൂപയായി ഉയർത്തണം എന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന സബ്ജക്ട് കമ്മിറ്റിയുടെ കണ്ടെത്തൽ. ഇത് പിന്നീട് പൊതുഭരണ വകുപ്പിനെ അറിയിക്കുകയും അവരാണ് ധനവകുപ്പിനോട് ഈ നിർദ്ദേശം മുന്നോട്ട് വച്ചിരിക്കുന്നത്. സംസ്ഥാനം വലിയ തരത്തിൽ സാമ്പത്തിക ബാധ്യതയിൽ മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ ഓരോരോ കാര്യങ്ങൾക്കായി സർക്കാരുമായി അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് വലിയ തരത്തിൽ യാത്രാബത്തയും ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് വാർത്താ സമ്മേളനത്തിൽ വിമർശിച്ചതും. കാരണം ആശാ വർക്കർമാർ ഉൾപ്പെടെയുള്ളവർ വലിയ തരത്തിൽ സമരം നടത്തിവരുന്ന ഒരു സാഹചര്യം. അവർക്കുള്ള ദിനബത്ത കേവലം 300 രൂപയ്ക്ക് താഴെയാണ്. അത്തരത്തിൽ ബുദ്ധിമുട്ടുന്നവരെ അവരുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണാതെ PSC ചെയർമാൻ, മെമ്പർമാർ, ഒപ്പം സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധി കെ.വി. തോമസ് എന്നിവരുടെ യാത്രാബത്ത വർദ്ധിപ്പിക്കുന്നത് ശരിയായ നിലപാടല്ല എന്ന് പ്രതിപക്ഷ നേതാവും ഈ കുറച്ചു മുമ്പ് തന്നെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. എന്തായാലും കെ.വി. തോമസിന്റെ യാത്രാബത്ത വർദ്ധിപ്പിക്കുന്നതിനെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നിട്ടുണ്ട്.